ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു അയിലക്കറി റെസിപ്പി കാണാം. നല്ല കുറുകിയ ചാറോടുകൂടെ സൂപ്പറായിട്ടുള്ളൊരു അയിലക്കറിയാണ്. ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ പുളിവെള്ളത്തിലാണ് മാരിനേറ്റ് ചെയ്യുന്നത്. 2 സ്പൂൺ പുളിവെള്ളം ഒഴിച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ഈ കറിക്ക് ആവശ്യമായുള്ള അരപ്പ് തയ്യാറായി വരുന്ന സമയത്ത് അത്രയും നേരത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. വലിയ ഉള്ളിയാണ്, ചെറുതാണേ 4 എടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3 വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി വരക്കാം. ഒത്തിരി അങ്ങ് വഴേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് വഴന്നതിന് ശേഷം അതിനകത്തോട്ട് 1 തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്നത് വരെ, ഒത്തിരി നേരം ആവശ്യമില്ല, കുറച്ചൊന്ന് വഴന്നാൽ മതി. 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മീൻ 1/2 കിലോയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്താൽ മതി. മീനിൻ്റെ അളവനുസരിച്ച് വേണം ഇതിനകത്ത് മസാല ചേർക്കാനായിട്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ആ തേങ്ങയുടെ പച്ചമണം, മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് മാത്രം വഴറ്റിയാൽ മതി. ഒത്തിരി വഴറ്റണ്ട. വറുത്തരച്ച കറി പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് 1-2 മിനിറ്റ് മാത്രം വഴറ്റുന്നത് ആവശ്യമുള്ളൂ. ഇനി ഇത് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് എടുത്ത് വെക്കാം. ഈ സമയത്ത് തേങ്ങയുടെ അളവും ഒത്തിരി ആവശ്യമില്ല. നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് മിക്സിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അത് തണുത്ത് വരുന്ന നേരത്ത് നമുക്ക് ഇനിയും ബാക്കി കറിക്കുള്ള സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ 1 തക്കാളിയും കൂടിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ചട്ടി വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ കല്ലുമുളകും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഈ സമയത്ത് നമ്മുടെ മസാല ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഇനി അതിനകത്തോട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സി കഴുകി അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് ബാക്കി പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഈ പുളി ഞാൻ ചൂടുവെള്ളത്തിൽ, അതായത് തിളച്ച വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടാണ് കുറച്ച് നേരം മുമ്പ് തന്നെ കുതിർത്ത് എടുത്ത് വെച്ചതാണ്. ഈ രീതിയിൽ പുളി നേരത്തെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അതിനകത്തെ പുളിയെല്ലാം ഇറങ്ങി വന്ന് നമുക്ക് നല്ല രീതിയിലുള്ള പുളി കിട്ടുന്നതായിരിക്കും. ഒട്ടും വേസ്റ്റ് ആവത്തില്ല. ഇപ്പോൾ ഞാൻ മിക്സി കഴുകിയ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് പുളിയൊക്കെ നോക്കാം. പുളിയും ഉപ്പുമൊക്കെ എത്രയാണ് കറക്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് വഴറ്റുന്നില്ല, അത് മീൻ കഷ്ണത്തിൻ്റെ ഒപ്പം അവിടെ കിടന്ന് വെന്തോളും. അലിഞ്ഞു പോകുന്ന രീതിയിലല്ല. ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടായിരുന്നു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ചാറിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ? ഇതാണ് ഈ കറിയുടെ പ്രത്യേകത. ഈ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ അത്ര രുചികരമായിട്ടൊരു കറി ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അയിലയുടെ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് ചാറ് എത്രത്തോളം ലൂസായിട്ട് വേണം, ആ കറിയുടെ തിക്നെസ് അതൊക്കെ നമ്മുടെ അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിലേയും കൂടി വെള്ളം കഴുകി അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ അത് മീനും അരപ്പും ഒക്കെ കൂടി തിളച്ച് വരുന്നവരെ ഒന്ന് വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഒത്തിരി ഇളക്കണ്ട്. ഇതുപോലെ ചുറ്റിച്ച് ഒന്ന് കൊടുത്താൽ മതിയാകും. അല്ലാതെ എപ്പോഴും സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറായി വന്നിട്ടുണ്ട്. കണ്ടു, എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ട് കുറച്ചും കൂടി ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് അറിയാമല്ലോ, നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും മണവും രുചിയും ഒക്കെ തരുന്നതായിരിക്കും.
ഞാനത് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് നോക്കിക്കേ, നല്ല സൂപ്പറല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് കപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മീനിലെല്ലാം പിടിച്ചൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കപ്പയും കൂടി തയ്യാറാക്കുവാണ്. അപ്പോൾ ഞാൻ പച്ചക്കപ്പയാണ്, വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുത്തി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞരപ്പ് തയ്യാറാക്കുവാണ്. ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒതുക്കി എടുത്തുകൊണ്ട് വരികയാണ്. കണ്ടു, ഈ രീതിയിൽ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കപ്പ വെന്തോന്ന് നോക്കാം. കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഊറ്റി അരപ്പിട്ട് ആവി കയറി വരുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. ഞാനിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കപ്പയാണ് കേട്ടോ റെഡിയാക്കുന്ന. ഒട്ടും വെള്ളം ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു കോട്ടയം സ്റ്റൈലിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കപ്പ ഉണ്ടാക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി. ചിലർക്ക് കുറച്ചും കൂടി വെള്ളം ലൂസായിട്ടുള്ള കപ്പയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ റെഡിയാക്കാം. ഞങ്ങളിങ്ങനെ ഇച്ചിരി ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണം. കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. വേകുന്ന 100 കപ്പയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ നല്ല പൊടിഞ്ഞ കപ്പ വേവിച്ചുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിക്കാനിപ്പം സംഭവം സെറ്റാണ്. ഇനി എടുത്ത് കഴിക്കാം. കണ്ടോ, കറിയുണ്ടോ? ഈ രീതിയിൽ നല്ല ചാറൊക്കെ നല്ല തിക്കാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും. അതുപോലെ നല്ല രുചിയുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അയിലക്കറിയാണ്. നമ്മൾ പല രീതിയിൽ കറികൾ ഉണ്ടാക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച്, മുളകിട്ട്, ഇത് ഈ രീതിയിൽ പച്ചത്തേങ്ങ ഇത് കുറച്ചൊന്ന് ചൂടാക്കുന്നു. ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാം കൂടി ഒന്ന് അരച്ച് ഈ രീതിയിൽ മിക്സ് ചെയ്ത് വരുമ്പം ആ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് തേങ്ങയുടെ ഒപ്പം വരുമ്പോൾ തന്നെ നല്ല രുചിയാണ് കറിക്ക്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. ഇനി എൻ്റെ ചാനലിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ 1-2 കൊല്ലമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആർക്കും ചാനൽ അത്ര എത്തുന്നില്ല എന്ന് തോന്നുന്ന വീഡിയോ. ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.